അടക്കാറിയാന്ന് ഞാൻ കാണിച്ചു തരാടി. ചേട്ടാ ഓടി എല്ലാം ഞാൻ തീർത്ത് എന്നെ വിടില്ലടാ. ഇവിടെ കുറച്ച് വിളമ്പിക്കൊണ്ട് നിൽക്കോ. എന്നെ വിടില്ലടാ. എന്റെ കൊച്ചിന്റെ ജീവിതം തകർത്തിട്ട് തീർത്ത് ഞാൻ എന്നെ അറിയില്ല. കൊച്ചിനെ കണ്ട സമാധാനിച്ചിരിക്കട്ടോ പറഞ്ഞു മമ്മി കാണുമോ കേൾക്കോ ചെയ്ത മാറല്ല അപ്പായി ഒന്ന് നമുക്ക് പിടിച്ച് മാറ്റും അപ്പായി. വീട്ടിൽ കയറി പോക്കൃതം കാണിക്കുന്നോളാ. ഇറങ്ങണ മുറ്റത്തുനിന്ന്. ഫിലിപ്പ് സാറും ജോമിയും കൂടെ കൂടി പിരിച്ചു മാറ്റിയാണ്. അല്ല അടപ്പുറണം നടന്നു. ഗോപിച്ചോ 3-4 ദിവസമായി ഞാൻ ഈ പച്ചരിയും ചോന്നുകൊണ്ട് നടക്കണത്. മില്ലിനും തുറന്നില്ല ഞാൻ എന്റെ പാടിനും അങ്ങോട്ടാ. നിനക്ക് പച്ചരി മാത്രമേ ഇറങ്ങത്തുള്ളൂടാ. അപ്പോഴേക്കും വെറുതെ അല്ലോ താൻ ഈ തേയ്പ്പാന്റെ തൊഴി ഓടിച്ചത്. മുതുപാട് കരക്കാരൻ മുഴുവൻ പിണക്ക്. കരക്കാര് വേണമെങ്കിൽ എനിക്ക് അവലോസുണ്ട് അടി. എന്നെ കടിക്കാൻ വരണ്ട. മില്ലിനിയും തുറന്നില്ലെങ്കിൽ സ്ഥിരക്കാർ മൊത്തം താഴെ കമ്പിളി കണ്ടത്തിന് കൊണ്ടേ തുടങ്ങും. പെണ്ണിനെ നേഴ്സിങ്ങിന് വിടാൻ എടുത്തു കൂട്ടിയേക്കുന്ന ലോണേ അവലോസുണ്ടോ കൊടുത്താൽ അടഞ്ഞു തീരുകയല്ല. നോക്കാം. ജീനയും ചെക്കനും ആണല്ലോ. ഓ ഇവള് തുള്ളിക്കളിക്കുന്നത് അങ്ങോട്ടാ. കഴിഞ്ഞോ കഥകളി? സുഖമാണോ മോനെ? അമ്മച്ചി ഇതൊക്കെ അവസാനം എടുത്താ അമ്മച്ചി എപ്പോഴും ഉണ്ടാക്കിയേ? അതൊക്കെ നീ അങ്ങെടുത്ത് കഴിച്ചേ. ഇതൊക്കെ അവസാനം ഇച്ചാൻ എന്നെ വേണ്ടേ? അപ്പം വേണോ ബിരിയാണി കഴിക്കുന്നോ? ബിരിയാണി ഞാൻ ഇരുന്നോളാം. കഴിക്കേ. കുറച്ച് കിട്ടേ. ഇത് ഒരു പീസ് എനിക്ക് കൊടുത്തോ. ഞാൻ തന്നെ എടുത്തോ. അളിയാ ചല്ലാസ കിട്ടും. സൗദിയിൽ എന്നാ അളിയാ സ്പെഷ്യൽ? ഓട്ടോ ഓട്ടോ അല്ലോടാ മെയിൻ. ഇവിടെ തെങ്ങ് പോലെ അവിടെ ഓട്ടം ഒന്നും കളയാൻ. ഇവിടെ ആറുണ്ടോ? ഇച്ചിരി അങ്ങോട്ട് ഈനെ നീ പോകുമ്പോ അതിനെയും കൊണ്ടുപോവോ? വാടർക്കാം. ബൈ ബൈ. അയ്യോ മോനെ അവള് കുത്തോയെ. അയ്യോ മാള് സുത്തി മമ്മി ഒന്ന് പോടി. അയ്യേ ഇതിന്റെ അമ്മ ആട്ടും കടന്നു. അളിയാ ഇനി എന്നാ മറ്റേക്കരക്ക്? ഉടനെ വരണേ. അവിടെ നമ്മുടെ ഫുൾ ഗ്യാങ് വെയിറ്റിംഗ് ആട്ടോ. ആരാ? നമ്മുടെ മോർണിംഗ് ടീം ഒക്കെ ആണോ? അതെ അതെ. ആ റിസപ്ഷൻ അന്നത്തെ ആടിയും പാട്ടും ഡാൻസ് ഒക്കെ ആയിട്ടും പിള്ളേർക്ക് അറിയാൻ ജീവനായി പോയി. മമ്മി ഇരുന്ന് കഴിക്കടി മോനെ. ഈ കരീച്ചറി കൂട്ടി വെക്കേ. അത് അത് മോയല്ലേ മോനെ. അയ്യോ
പപ്പായി പണ്ട് വീട്ടിൽ കറി വെക്കാൻ വേണ്ടി ചെരുവം കമത്തി മൂടി വെച്ചായിരുന്നു 2 മോഹൻലെ ഞാൻ തുറന്ന് രക്ഷിച്ചു വിട്ടിട്ടുണ്ട്. കേട്ടോടെ ചെയ്ത് ഇതിന്റെ ചെവിയെ പിടിച്ചെടുത്താ ഇതിങ്ങൾ ഇങ്ങനെ കൈകൂപ്പി കാണിക്കും. അന്നേരം നമുക്ക് ഭയങ്കര പാവം തോന്നും. പക്ഷെ കറി വെച്ച മുടിഞ്ഞ ടേസ്റ്റാ. മമ്മി വേണം. പാവോ അല്ലേടി? അയ്യോ ശുദ്ധനാ മമ്മി. എല്ലാരോടും അങ്ങ് സ്നേഹമാന്നേ. കല്യാണത്തിന് വന്ന് ലാലുവിന്റെ കൂട്ടുകാരും പുള്ളിയും കൂടെ ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ നോക്കുമ്പോ ഇവര് മുട്ടൻ കമ്പനി. ഒരു ദിവസേ കണ്ടിട്ടുള്ളൂ എന്ന് ഓർക്കണം കേട്ടോ. എല്ലാരും കയറി അങ്ങ് പരിചയപ്പെടും. ആ പിന്നെ മമ്മി, പപ്പയും ഗോപിച്ചനായിട്ടുള്ള കേസൊന്നും ഞാൻ ബെന്നിച്ചിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അതേതായാലും നന്നായി. അവന് വെറുതെ നെഗ് അടിക്കും. എന്നാ പറഞ്ഞേ? അവന് വെറുതെ നെഗ് അടിക്കൂന്ന്. എന്നാ മമ്മിക്ക് ഇതൊക്കെ എവിടുന്ന കിട്ടുന്നേ? എടി നീ അളിയനോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നോ? എന്നോടാ? ഗോപിച്ചന്റെ കാര്യമൊന്നും. ഇല്ല. ആ അടിപൊളി. അങ്ങനെ അയലക്കാരും പരിചയപ്പെടാൻ പറഞ്ഞ് അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട് കേട്ടോ. എന്റെ ദൈവം, ഈ ഓടിച്ചെല്ല്. ചക്കച്ചോളം നിന്നോണ്ടിരുന്ന മനുഷ്യനാ. ദൈവമേ, ദേ പോണു മമ്മി. ഇനി എന്നൊക്കെയാണോ? ചേച്ചേ ആരും ചേട്ടനെന്തി? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു മോനെ. പിന്നെ ഞാനിങ്ങനെയാണോ എവിടെ ചെന്നാലും അയലോക്ക കയറി ഇറങ്ങിയാൽ പരിചയപ്പെടും. അന്നേരം പിന്നെ ഒരു നാട് നമുക്ക് അന്യ നാട്ട് പോകുന്നില്ല. അയ്യോ അങ്ങനെ തന്നെ വേണ്ടത്. പിന്നെ ഷീനയുടെ വിസയുടെ ആയിരിക്കുന്നത് അതങ്ങനെ നടക്കുന്നു മോനെ. ഇവിടുത്തെ വാർത്തകളൊക്കെ ജീന എന്നെ വിളിക്കുമ്പോ പറയാറുണ്ട്. ഒറ്റ മിനിറ്റ്. ആണോ? ഞാൻ വരുവാ. ആരാടി മീൻകാരാ? പിരിവുകാരാ. പിരിവുകാരാണോ? പാർട്ടിക്കാരായിരിക്കും. കണ്ട 500 പോക്ക. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതിയേ. എന്നാടി എന്റെ അളിയൻ വന്നിട്ട് തന്നെ ഒരു കാപ്പി ഇട്ട് കൊടുക്കാത്ത? കയറിപ്പിടിയാത്തോട്ട്. ജീന കല്യാണാൽബം കിട്ടിയത് ആണോ? ഞാനത് അങ്ങോട്ട് ചേട്ടൻ കേട്ടോ. ആയിക്കോട്ടെ. പിന്നെ പോണതിന് മുമ്പ് ഒന്നുകൂടെ ഇറങ്ങാവേ. അയിന് ഈ വടി വിടുന്നു. നീ കൂടാ. എന്നാ മീന മമ്മി? അയലടി. കൊമ്പനായ പിന്നെ എന്ന് നെയ്മീനാ. നീ എന്നാ അളിയനോടൊന്നും പറയാത്ത? അതെങ്ങനെയാടാ അവള് പറയുന്നേ? എന്നാ പറഞ്ഞാലും ഞാൻ എന്നോട് പറയണ്ടേ? എന്നാ പറയണ്ടേ? നിന്റെ അവളുടെ ദിവ്യപ്രമം കാരണം ഇവിടെ തമ്മിത്തല്ലാണെന്നോ? എടി ജീനപ്പെണ്ണെ, നിന്നെ ആരും പ്രേമിക്കാത്തതിന് ചുരുക്കം നീ എന്നോട് തീർക്കല്ലേ കേട്ടോ. ഓ ചൊരുക്ക്. എനിക്ക് പ്രേമവും വേണ്ട, ഒരു കോപ്പും വേണ്ട. ഞാൻ എന്റെ അപ്പനും അമ്മയും പറഞ്ഞ ആളെ കിട്ടി നല്ല സുന്ദരമായിട്ടാ ജീവിക്കുന്നത്. നീ ജീവിച്ചോന്നേ. എന്നുവെച്ച് ബാക്കിയുള്ള മേത്തോട്ട് കുതിര കയറാൻ വരായിരുന്നു. ഓ പിന്നെ ഓടർക്കാം. ഈ വടി വിടുന്നു. നീ ഓടാ. നീ അവിടെ ഒന്ന് നിർത്താവോ? മമ്മി അവളോട് പറയാൻ നിർത്താൻ തുടങ്ങി രണ്ടും കൂടെ. ഇവിടെ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് ആ ചെറുക്കൻ ഈ വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അടുത്ത വീട്ടുകാരുമായിട്ട് അടിയും ബഹളമാണെന്ന് അവൻ അറിഞ്ഞ അത് നമ്മുടെ അന്തസ്സിന് കുറച്ചില്ലല്ലേടാ. എന്നാ പരിപാടി? ഓ ഞങ്ങളിങ്ങനെ അയ്യോ എല്ലാവരോടും നീ നന്നാക്കാമോ? അപ്പച്ചിക്ക് മാർക്കി ഞാൻ ശരിക്കും. അയ്യോ ഞാൻ വെട്ടിക്കൊള്ളാം. ഞാൻ ചെയ്യാം. മുടിഞ്ഞ കോഴി. ഉടനെ ഒരു വേലി കെട്ടണമല്ലോടി. അല്ലെങ്കിൽ ഈ കള്ള കോഴി എല്ലാം കൂടെ നമ്മുടെ വിളയെല്ലാം കൂടെ തിന്നോണ്ട് പോകും. കണ്ട ലിസി എന്തോ മാറിക്കടി. അളിയനോടുത്തെ പുഴ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതെ നമുക്ക് പുഴ വരെയൊന്നും പോയച്ചു വരാം. വാ. അല്ല അപ്പൊ മീൻ പുഴ നിറച്ച് മീനല്ലേ? ഞാൻ കൊടുത്തേ. മമ്മിയുണ്ട്. അളിയമ്മ ഞങ്ങളൊന്ന് പോയച്ചു വരാം. മമ്മി ലാലു, ഞാൻ ഒരു പൊട്ടനാണെന്ന് വിചാരിക്കരുത്.
എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചോ? അല്ലളിയ അത് ഞാൻ പറയാനിങ്ങനെ വരുമ്പത്തേനും ജീന കാര്യം നേരം. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ പുതിയ ആളാണ്. ഇതെന്നോട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. പക്ഷെ അങ്ങനെ പക്ഷേ നമ്മളുള്ള ബന്ധം വെച്ച് നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു. എൻ്റെ പൊന്നളിയ, അയലൊക്കത്തെ പെണ്ണിനോട് ക്രഷ് തോന്നുന്ന ആ താണൊന്നുമല്ല നീ. ആലിയാണ് തന്നെ ഈ പറയുന്നത്. ലാലു പൊട്ടം കളിക്കല്ലേ. എടാ പ്രേമ മനസ്സിലുണ്ടായാൽ മാത്രം പോരാ, അത് ആ പെണ്ണിനോട് നെഞ്ചും പിരിച്ച് എന്നത് പറയാനുള്ള ചങ്കൂറ്റം കൂടി വേണം. അളിയൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുഴിച്ചു മൂടി വെച്ച രഹസ്യം എനിക്കെങ്ങനെ മനസ്സിലായെന്നായിരിക്കും. സിമ്പിൾ ഒബ്സർവേഷൻ. വാ 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 വാ. തൽക്കാലം നീ ഇതാരോടും പറയാൻ നിൽക്കണ്ട. ഇതെനിക്ക് വിട്ടേരെ. സമയമാകുമ്പോ ഞാൻ തന്നെ ഒരു അഞ്ചത്തിൽ അവതരിപ്പിച്ചിട്ടേക്കും തരാം. ഓക്കെ ഓക്കെ അളിയ. ഓക്കെ. ജീനയുടെ ഭാഗ്യം. ഒന്ന് പിടിച്ചാടാ. പഴക്കം അവിടെ അങ്ങോട്ട് നീങ്ങി. ഇനിയിപ്പോ എന്നാടി? ഓക്കെ. പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ ഇങ്ങ് വരികയല്ലേ? പോട്ടെ. പോട്ടെ പോട്ടെ. സൂക്ഷിച്ചു പോണേ.